എനിക്കിന്നൊരു 100 രൂപ വേണോ? 100 രൂപ. 100 രൂപയാ? എന്താണ് കളിക്കണേ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ താൻ വെറുതെ കളിക്കണം. എന്തിനാ? പോയി വണ്ടി ഇരിക്കണോ? ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ കേശവുള്ള സ്പീക്കിംഗ്. ഞാൻ ലേഖയുടെ ഒരു ഫ്രണ്ടാ. ലേഖ ഒന്ന് കൊടുക്കോ? എന്താ ഫ്രണ്ടിന്റെ പേര്? രജനി. മിസ്സാണോ മിസ്സസ് ആണോ? മിസ്സാണ്. വെരി ഗുഡ് വെരി ഗുഡ്. പ്ലീസ് ഒന്ന് കൊടുക്കോ? കൊടുക്കാമല്ലോ. ലേഖേ, മോക്കൊരു ഫോണുണ്ട്. അവള് പഠിക്കുകയാണ്. അച്ഛനെന്താ വേണ്ടത്? എടി, അവൾക്കൊരു ഫോൺ വന്നിരിക്കുന്നു. പഠിക്കുന്ന നേരത്താണോ ഫോൺ? പിന്നെ വിളിക്കാൻ പറയണം. വിശാലം, അവള് സംസാരിച്ചോട്ടെ. പാവം ഒരു പെൺകുട്ടിയാ. പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും പിന്നെ വിളിച്ചാ മതി. ഹലോ ഹലോ, ഞാൻ പ്രൊഫസർ വിശാലാക്ഷിയാണ്, ലേഖയുടെ അമ്മ. ഇപ്പൊ ലേഖയ്ക്ക് ഫോൺ കൊടുക്കാൻ പറ്റില്ല. 10 മണിക്ക് ശേഷം വിളിക്കൂ. അച്ഛനറിയില്ലേ അവള് പഠിക്കുകയാണെന്ന്? വല്ല അത്യാവശ്യ കാര്യത്തിനെങ്ങാനും. നമ്മൾ അറിയാത്ത എന്ത് അത്യാവശ്യമൊക്കെ അച്ഛൻ അവളുടെ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. വെറും ഒരു കോളേജ് ഗോയിങ് സ്റ്റുഡന്റ് അല്ല അവള്. ഗവേഷണമാണ് ചെയ്യുന്നത്, അതും മലയാളത്തിൽ. നിസ്സാര കാര്യ. പ്രൊഫസർ കുമാരപിള്ള സാർ പറയും പോലെ ഗവേഷണം ഒരു തപസ്സാണ്. ഡോക്ടറേറ്റ് കയ്യിൽ കിട്ടുന്നതുവരെ പുസ്തകങ്ങളുടെയും ചിന്തയുടെയും ലോകമല്ലാതെ മറ്റൊരു ലോകം ഉണ്ടാവാൻ പാടില്ല. ലേഖ, അമ്മ കോളേജിൽ പോണു. നീ ഇന്ന് അക്കാഡമി പോകുന്നുണ്ടോ? ഇല്ല. എന്താ നീ എഴുതിയിരുന്ന? എഴുതായിരുന്നു, നോട്ട്സ് എഴുതായിരുന്നു. വള്ളത്തോളിലെ മഗ്ദലന മറിയം വാക്കുകൾ കൊണ്ട് അദ്ദേഹം വരച്ചിട്ട ആ രേഖാചിത്രം മനോഹരം. അതെ അതെ, നമ്മുടെ നിലാതീരത്ത് ജീവിച്ച ഒരു കവിക്ക് ആ ബിബ്ലിക്കൽ കാലഘട്ടത്തിന്റെ സൗന്ദര്യബോധം, കൾച്ചർ, ബിബ്ലിക്കൽ ബിംബകൽപ്പനകൾ അതൊക്കെ എത്ര അനായാസമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ് അതിന്റെ മഹത്വം. അമ്മ നോക്കട്ടെ, മോൾ എന്താ കൺസീവ് ചെയ്തിരിക്കുന്നത്? ഞാൻ തുടങ്ങിയുള്ളൂ. നോക്കട്ടെ. ഇതാണോ രേഖാചിത്രം? ഇത് മഗ്ദലന മറിയത്തിന്റെ അല്ല, യൂദാസിന്റെയാ. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ മുറിക്കുള്ളിൽ വെച്ച് അവനെ ഓർക്ക പോലും ചെയ്യരുതെന്ന്. എനിക്ക് പറ്റിയ അബദ്ധ. പണ്ടേ ഞാൻ സമ്മതിച്ചു കൊടുത്തു. ഞാൻ വെറുതെ ഒരു രസത്തിന്. ഇവനെ സ്വപ്നം കണ്ടിരുന്നാൽ ഈ ആയുസിൽ നീ ഒരു തീസിസ് സബ്മിറ്റ് ചെയ്യില്ല. ഒരു ഡോക്ടറേറ്റ് എടുക്കാതെ ഈ കല്യാണത്തോട്ട് ഞാൻ സമ്മതിക്കുകയില്ല. അത് മനസ്സിലാക്കിക്കോ. ഇവനെ ഈ മുറി കേട്ടതെന്ന് പറഞ്ഞിട്ട് യൂദാസ്. ഇത്തവണ കാപ്പിയൊക്കെ എങ്ങനെയുണ്ടാ? കാപ്പി മോശമില്ല, പക്ഷെ കുരുമുളക് കഴിഞ്ഞ കൊല്ലത്ത് അത്ര ഗുണം പോരാ. അതെ, സമയം കിട്ടുമ്പോ ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടൊക്കെ ഒന്ന് വരികയൊക്കെ ചെയ്യാം. സമയം കിട്ടണ്ടേ? ഇവിടെ ആണെങ്കിൽ പേഷ്യൻസ് ഒഴിച്ചിട്ട് നേരില്ല. ഇവൻ ഇതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല എന്റെ രമേ. ഇവന്റെ വിചാരം നമ്മൾ കാശ് മാത്രം മോഹിച്ചാന്നാ. അല്ല, പേഷ്യൻസ് ബുദ്ധിമുട്ടുവേ. ഓ പിന്നെ, ഡോക്ടർ രവിചന്ദ്രൻ മേനോനും ഭാര്യയും ജീവിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ഈ പേഷ്യൻസ് ഒക്കെ അമേരിക്കയ്ക്ക് പോകേണ്ടി വന്നേനെ. എന്റെ ഏട്ടാ, 2 ദിവസം നിങ്ങളില്ലെങ്കിൽ പേഷ്യൻസിന് ഒരു ചുക്കും സംഭവിക്കില്ല. നല്ല ഒന്നാം തരം ഡോക്ടർമാര് ചവറുപോലെ ഉണ്ടേ ഈ പാലക്കാട്ട്. എന്തേ? അല്ല, ഒറ്റപ്പാലത്ത് വരെ വന്ന അമ്മയൊന്ന് കാണാൻ സമയമില്ലാത്ത ആളുകളാ. എടാ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വന്ന് അമ്മയുടെ ഷുഗറും BP ഒക്കെ ചെക്ക് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ ചേട്ടൻ പാലക്കാട് വരുമ്പോഴൊക്കെ വരും, വിശേഷങ്ങൾ അറിയും. അമ്മ തന്നെ ദിവസം ടെലിഫോണിൽ വിളിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും കൂടി മിനിക്കുട്ടിയെ വിളിച്ചിരുന്നു. കുട്ടികളെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അവര് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ 6 മണിയാവും. കഷ്ടമുണ്ട്.
കുട്ടികളോട് ഇത്ര ക്രൂരത കാട്ടരുത്. എന്റെ രവിയേട്ടാ, നമ്മളൊക്കെ പഠിച്ച് പാസ്സായത് ട്യൂഷൻ എടുത്തിട്ടാ. വീട്ടിലുണ്ട് ഈ രോഗം. പഠിപ്പെന്നും പറഞ്ഞ് ശ്രീകുട്ടി ആരെയും ദീപുവിനെ കേട്ട് കഷ്ടപ്പെടുത്തുക. പാവം കുട്ടികൾ. 3x squared plus എഴുത് 3x How squared I plus used to envy this man. minus He 11x seemed to me squared plus to be the one young man in all the minus world who ought to 25x be squared. satisfied with his attainments. Arya, can you follow me? ചെറിയ ജീപ്പ്. What? ഹലോ, ഭാനുമതി അമ്മേ, ഭാനുമതി അമ്മോ, എന്നോടൊരു അക്ഷരം മിണ്ടണ്ട. നിക്കമ്മേ. ഇങ്ങനെ ഒരു പ്രകോപനം ഇല്ലാണ്ട് ചൂടായാല്. മയക്കൊന്നും വേണ്ട. കുട്ടികളായാൽ ഇത്തിരി അനുസരണയൊക്കെ വേണം. ഇത്ര അഹങ്കാരം പാടില്ല. ഇവിടെ തന്നെ അമ്മേ, ദേ ഇത് നോക്കിയേ. കൊണ്ടുപോ, എനിക്ക് വേണ്ട. ആ, ഇതിപ്പോ എന്റെ വെറുതെ അല്ല, നീ വരുമ്പോ അമ്മയ്ക്ക് ഷുഗർ കൂടുന്നു. എന്ത് ഭൂകമ്പ ഏട്ടത്തി അമ്മ ഇവിടെ ഉണ്ടായത്? ഓ, ഒന്നും അറിഞ്ഞില്ല, പാവം. ഹേയ്, ഇല്ലാന്നേ, പറ എന്താ? നിന്റെ തോക്ക് തിരിച്ചു കിട്ടിയോ? മൈ ഗോഡ്, ന്യൂസ് ഇവിടെ എത്തിയ? എന്റെ ഭാനുമതി, ഇങ്ങനെ പിണങ്ങാനും മാത്രമുള്ള തെറ്റൊന്നും രഘു ചെയ്തിട്ടില്ല. എനിക്കൊന്നും കേക്കണ്ട. ഏത് കോടതിയും പ്രതിക്ക് പറയാനുള്ളത് കേൾക്കും. സെഷൻസ് ജഡ്ജ് മംഗലത്ത് ഗോവിന്ദമേനന്റെ ധർമ്മപത്നി അത് മനസ്സിലാക്കണം. എനിക്കൊന്നും മനസ്സിലാക്കണ്ടെന്ന് പറഞ്ഞില്ലേ? സത്യവും ധർമ്മവും വിട്ട് ജീവിക്കാത്ത ഒരാളിന്റെ മക്കളാ. അച്ഛന്റെ പേര് ചീത്തയാക്കാണ്ടിരുന്ന കൊള്ള. അമ്മേ, നമ്മുടെ ശ്രീകുട്ടിയോട് അവളുടെ സ്കൂളിലെ ഒരു മാഷ് മോശമായിട്ട് പെരുമാറിയെന്ന് വെക്കുക. എന്ത് ചെയ്യണം? ഏട്ടത്തി പറ, എന്ത് ചെയ്യണം? അങ്ങനെയുള്ളവരെ കൊന്നുകളയാ വേണ്ടേ? എന്നാ ഞാൻ കൊന്നില്ല. നമ്മുടെ കല്ലൂനോട് വൃത്തിയേട് കാട്ടിയ ഒരു ഫോറസ്റ്റ് ഗാർഡിനെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞത് ശരിയാ. അത് കൊല്ലാനൊന്നും അല്ല, ഒന്ന് വരട്ടി. നീ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ഞാൻ ഇടപെട്ട് പോവും. സത്യവും ധർമ്മവും വിട്ട് ജീവിക്കാത്ത ഒരാളുടെ മകനായി ജനിച്ചുകൊണ്ടാവും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മാലതി, രഘു തെറ്റൊന്നും ചെയ്യില്ല എന്ന്. നീ കൊണ്ടുവന്ന ആ സാധനം എന്തിയേ? എന്ത് സാധനം? ചോക്ലേറ്റ് ആയിരിക്കും, അത് ഞാൻ തിന്നു. നീ വാ, കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല ഏടത്തി, ചിണുങ്ങളെ ആരും കണ്ടില്ലല്ലോ. അവര് മോളിലുണ്ട്, ട്യൂഷൻ. ട്യൂഷനാ? ഞാൻ വരുമ്പോളായി ട്യൂഷൻ. എടി ചിരിതേ, എന്താടി ഞാൻ വരുമ്പോളായി പഠിത്തം? അടക്കടി പുസ്തകം. എടി പാറു, ചമ്പ വാടാ. നിന്നോടല്ലേ അടച്ചു വെക്കാൻ പറഞ്ഞു. ഇന്നു മുതൽ ഒരറിയിപ്പുണ്ടാകുന്നത് വരെ ട്യൂഷൻ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഞാൻ.